ഗൈസ് വെൽക്കം ടു ടോസൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെയിലി 3 മിനിറ്റ് അപ്ഡേറ്റ്സ് ആണ്. നമുക്കിന്നെ സംബന്ധിച്ചിടത്തോളം നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡേ ആണ്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്ന എന്നാൽ കുറച്ചും കൂടി പ്രതീക്ഷയുള്ള ഒരു ഫെഡ് ഡിസിഷൻ റേറ്റ് വരുന്ന ഒരു ഫോംസി മീറ്റിങ്ങുകളൊക്കെ വരും ദിവസങ്ങളിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫെഡ് റേറ്റ് കട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അതെങ്ങനെയാണ് നമ്മൾ ബേസിക്കായിട്ട് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കണ്ടൻറ്റുകളൊക്കെ ഡൗട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ച് റീല് ഞാൻ ഇടുന്നുണ്ട്. മാത്രമല്ല നമ്മൾ അധികം സംസാരിക്കുന്ന വിഷയം. പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മളുടെ ഒരു കൺസേൺ ഉണ്ട്, ഇതൊരു സെൽ ദ ന്യൂസ് ആവുമോ, അല്ലെങ്കിൽ സെൽ ദ ന്യൂസ് ആണ്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഈ ഹൈപ്പിനൊത്ത് ഉയരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. വേറൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ 2024 ഡിസംബർ 18 ലാസ്റ്റ് റേറ്റ് കട്ട്സ് ഉണ്ടായത്. അന്ന് കുറച്ചപ്പോൾ മാർക്കറ്റ് അന്ന് $106 എന്നുണ്ടായത് 1 മന്തിന് ശേഷം 30% ഡൗൺ ആയിരുന്നു. അന്നല്ല, കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു 30% ഡൗൺ ആയിരുന്നു. അതുപോലെ ആവുമോ എന്നുള്ള കൺസേൺ. പക്ഷെ അന്നുള്ള കൺസേൺ എന്ന് പറയുന്നത് അന്നത്തെ ഡിസിഷന് ശേഷം പിന്നീടുള്ള പവലിൻ്റെ സ്പീച്ചിൽ വീണ്ടും റേസ് അഗെയിൻ, അതായത് റേറ്റ് കട്ടിൻ്റെ സാധനം തന്നെ രണ്ടാമതും ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമെന്നുള്ള കൺസേണും ഇൻഫ്ലേഷനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഒരു ഡൗട്ട്ഫുൾ സിറ്റുവേഷൻ ആയിരുന്നു. അന്ന് ഇന്നത്തെ CPI ഡാറ്റയൊക്കെ കറൻ്റ്ലി ബിയറിഷ് ഒന്നല്ല, കറൻ്റ് ബുള്ളിഷും അല്ല ബിയറിഷും അല്ല എന്നുള്ള സിറ്റുവേഷനാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറേ നാളായിട്ട് ടാരിഫ് എഫക്റ്റ് ചെയ്യുമെന്ന് കരുതിയിരുന്നു. അതും അത്ര കണ്ട് അമേരിക്കൻ എക്കോണമി എഫക്റ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല അമേരിക്കയിലേക്കുള്ള വരുമാനങ്ങൾ കൂടി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടിയാണ്. കാരണം എത്രയോ ബില്യൺസ് അമേരിക്കയിലേക്ക് വന്നു എന്നാണ് ട്രംപൊക്കെ വാദം ഉയർത്തുന്നത്. മാത്രമല്ല ട്രംപും കഴിഞ്ഞ കുറേ നാളായിട്ട് 8-9 കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് റിയലി ഫോഴ്സ്ഫുൾ ചെയ്യുന്നുണ്ട് ഈ ഒരു റേറ്റ് കട്ട്സ്. കാരണം അവർ ബുള്ളിഷാണെന്ന് ട്രംപിന് പറയും. മാത്രമല്ല അമേരിക്കൻ സ്റ്റോക്സ് ഇനി ഇത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല, ഓൾ ടൈം ഹൈയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഗോൾഡ് ഓൾ ടൈം ഹൈ എത്തി, പല അമേരിക്കൻ സ്റ്റോക്സും ഓൾ ടൈം ഹൈ എത്തി. ബിറ്റ് കോയിൻ മാത്രമേ ഫോളോ അപ്പ് ചെയ്യാനുള്ളൂ. ബിറ്റ് കോയിൻ അതിൻ്റെ കണക്കായ രീതിയിലുള്ള മറ്റേ ഒരു 124 പോയി ബേസിക് 108K പിടിച്ച് 114 നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം വോൾട്ടിലിറ്റി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഓക്കെ പീരീഡാണ്. പിന്നെ ക്രിപ്റ്റോ മാർക്കറ്റാണ്. എന്താണ് എവിടെയാണ് ഈ ന്യൂസിനെ മറികടക്കുന്ന മറ്റൊരു ന്യൂസസ് വരുമോ ഒന്നും നമുക്ക് പറയാം. പക്ഷേ നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഇത് ഓക്കെയാണ്. കാരണം ബുൾ മാർക്കറ്റ് പീക്ക് അടിക്കേണ്ട സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും മന്തുകളിൽ അതിൻ്റെ ഒരു എക്സാക്ട് പീക്ക് എത്തേണ്ടതാണ്. ഒരു ഹെവി ഫോമോ പീരീഡിലേക്ക് എത്തണം. അത് ഈ റേറ്റ് കട്ട്സ് സഹായിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മാത്രമല്ല കോൺസിക്വൻസ് മന്ത്, അതായത് ഈ മന്തും അടുത്ത മന്തും ഒരുമിച്ച് ഒരു റേറ്റ് കട്ട്സ് ഉണ്ടാകുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഈ Q4 എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ റേറ്റ് കട്ട്സിന് ഹെവി സാധ്യത കൽപ്പിക്കുന്നതാണ്. അത് ആൾട്ടിനെ എക്സ്പ്ലോർ ചെയ്യിപ്പിക്കുകയും ഒരു ബുൾ മാർക്കറ്റ് ഫോമോ, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ സകല കാര്യങ്ങളും ഒത്തുകൂടുക ബിറ്റ് കോയിൻ്റെ ഈ സംഭവങ്ങളിലായിട്ടാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ട്രംപ് വരുന്നു, ഫസ്റ്റ് പ്രൈസ് റിസ്ക് വരപ്പെടുന്നുണ്ട്. ടാരിഫ് വരുന്നു, ഡൗൺ ആവുന്നു. അമേരിക്കൻ വാർ വരുന്നു, ഡൗൺ ആവുന്നു. ഇറാനിൽ ബോംബിടുന്നു, 100K ബിലോ പോകുന്നു, സഡനായിട്ട് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നു, തിരിച്ചു കയറുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാരണം ചിലപ്പോൾ ഈ റേറ്റ് കട്ട്സ് ആയിരിക്കാം മേ ബി ഈ ഫൈനൽ റാലിക്ക് സാധ്യത കൽപ്പിക്കുന്നത്. ഓക്കെ, ബൈ.